പരമപിതാവായ ദൈവം തന്റെ കാരുണ്യാതിരേകത്താൽ സ്വപുത്രനെ ഓരോ ബലിയിലൂടെയും നമുക്ക് ദാനമായി നൽകുന്നു. ഇതിന്റെ ആകെത്തുകയാണ് പരിശുദ്ധ കുർബാനയാകുന്ന ബലിയർപ്പണം. പഴയ നിയമത്തിൽ ജനങ്ങളുടെ പാപപരിഹാരത്തിനായി പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനാനിരതരായി ജനം പുറത്ത് കാത്തു നിന്നിരുന്നു. അതേ അർപ്പണ രീതിയിൽ ഇവിടെ പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥനാനിരതരായ ജനത്തോടൊപ്പം പുരോഹിതൻ ജനത്തിനു വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അത് കർത്താവിന്റെ യഥാർത്ഥ തിരുശരീര രക്തങ്ങളായി മാറുന്നു. ആ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആധിക്യം കൊണ്ട് ഈശോ ഓരോരുത്തരിലേക്കും ദിവ്യ കാരുണ്യമായി ഇറങ്ങി വരികയും ചെയ്യുന്നു. കർത്താവ് രക്തം ചിന്തി നേടിയെടുത്ത മനുഷ്യകുലത്തെ പരിശുദ്ധ കുർബാനയിൽ നിന്നും അകറ്റുന്നതിനായി പിശാച് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിലുള്ള പ്രതീക്ഷയിലാണ് പരിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധ കുർബാനയിലുണ്ട്. ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഠാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം എന്നീ ദിവ്യരഹസ്യങ്ങൾ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാന ആഘോഷമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അനുഭവമാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് അഗ്രാഹ്യമാണ്. അതുകൊണ്ടാണ് ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ മഹാരഹസ്യമെന്ന് കുർബാനയെ വിളിക്കുന്നു. ബുദ്ധിക്ക് മനസ്സിലാകാത്ത പലതും ഹൃദയം കൊണ്ട് മനസ്സിലാകും, സ്നേഹം കൊണ്ട് മനസ്സിലാകും.